കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ചരിത്രമെന്താ? RSS ഈ കേരളത്തിന്റെ മണ്ണിൽ ആദ്യമായി ഒരു മനുഷ്യന് നേരെ കൊലക്കത്തി വീശുന്നത് CPIM-ന്റെ ലോക്കൽ കമ്മിറ്റി അംഗം സുലൈമാന്റെ നേരെ 1968-ൽ സുലൈമാനെ കൊന്നുകൊണ്ടാണ് RSS കേരളത്തിൽ തങ്ങളുടെ കൊലപാതക രാഷ്ട്രീയം ആരംഭിച്ചത്. അവിടുന്ന് ഇങ്ങോട്ട് എത്ര പേർ രക്തസാക്ഷിത്വം വരിച്ചു? RSS-ഉമായുള്ള പ്രശ്നമെന്താ? മതരാഷ്ട്രമാണ് മുൻപോട്ട് വയ്ക്കുന്നത്. RSS-ന്റെ മതരാഷ്ട്രം മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കമ്മ്യൂണിസ്റ്റുകാരും പട്ടികജാതിക്കാരും പട്ടികവർഗക്കാരും മറ്റു പിന്നാക്ക വിഭാഗങ്ങളും ഉൾപ്പെടെ സാധാരണക്കാരായ മനുഷ്യരുടെ മരണവാറണ്ടൊരുക്കുന്ന ഏർപ്പാടാണ്. അതുകൊണ്ട് മതനിരപേക്ഷവാദിക്ക് മതരാഷ്ട്രത്തെ എതിർത്തേ മതിയാവും. RSS-നെ എതിർത്തു, ധീരമായി ചെറുത്തു നിന്നു. അവരുടെ ആയുധ പ്രയോഗങ്ങളുടെ മുന്നിൽ മുട്ടുമടക്കിയില്ല. അതുകൊണ്ട് 300ഓളം കമ്മ്യൂണിസ്റ്റുകാർ കേരളത്തിന്റെ മണ്ണിൽ RSS-ന്റെ കൊലക്കത്തിക്കിരയായി പിടഞ്ഞു വീണ് രക്തസാക്ഷിത്വം വരിച്ചു. അതാണ് ഈ നാടിന്റെ ചരിത്രം. ജമാഅത്തെ ഇസ്ലാമിയുടെ കീഴിൽ മറ്റൊരു മതരാഷ്ട്രവാദം ഉയർത്തിപ്പിടിച്ച് വർഗീയ വിദ്വേഷത്തിന്റെ പ്രത്യയശാസ്ത്രം വിളംബരം ചെയ്യുന്നവർ RSS-നെ പ്രതിരോധിച്ചതിന്റെ പേരിൽ നാളിതുവരെ ഒരു രോമത്തിന് പുറലേറ്റ അനുഭവമുണ്ടോ? ഒരു രോമത്തിന് ജീവൻ കൊടുത്തവരുടെ പ്രസ്ഥാനമാണ് CPIM.